ഫസ്റ്റ് ഇയർ തിയോളജി പഠിക്കുമ്പോഴാണ് എനിക്ക് ട്യൂമർ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്. ടോമിലെ ഡോക്ടേഴ്സ് ഒരു പ്രതീക്ഷയും പറഞ്ഞില്ല, ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. മാക്സിമം ഒരു 3 മാസം എന്നുള്ളതിൽ തന്നെയാണ്. മിക്കവാറും മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അവിടുന്ന് ഓപ്പറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും മരിച്ചു പോകും. മരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇവനൊന്ന് കരയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം ഒരു പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്ത് ചെയ്യണം, എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. താങ്ങുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തളരേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദർ ഇസ് എ സിഗ്നേച്ചർ ഓഫ് ഗോഡ് ഓൺ യുവർ ട്യൂമർ. വീണ്ടും പഴയതിനേക്കാളും ഗൗരവമായ ഒരു ട്യൂമറാണ് വീണ്ടും വരുന്നത്. പക്ഷേ രണ്ടാമത്തെ സർജറിയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ട്യൂമർ ഈ സ്കാൻ റിപ്പോർട്ട് കണ്ട് പറഞ്ഞു ഇനി സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 90% മരിച്ചു പോകാനാണ് സാധ്യത. അപ്പം ആ സമയത്തേക്ക് എൻ്റെ രണ്ടാമത്തെ സർജറിയുടെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് കണ്ണിൻ്റെ കാഴ്ച, വലത്ത് കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയി. പിന്നെ ഈ വലത്ത് കൈ തളർന്നു പോയി. എന്നിട്ട് മാതാവിൻ്റെ രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയും, എനിക്ക് മരിച്ചു പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ അമ്മ ഒരു തവണയെങ്കിലും ഒന്ന് വിശുദ്ധ കുർബാന ചേരണം, ഒറ്റ തവണ വിശുദ്ധ കുർബാന ചേരണം, അതിനുശേഷം ഞാൻ മരിച്ചോളാം, ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. നമസ്കാരം. ദി ചോസൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് തലശ്ശേരി അതിരൂപതയിലെ വിളമന സെൻറ് ജൂഡ് ദേവാലയത്തിൻ്റെ വികാരിയായ ഫാദർ ഏലിയാസ് എടകുന്നൽ അച്ഛനെയാണ്. സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം നമുക്ക് അച്ഛനെ വളരെയധികം സുപരിചിതനാണ്. ഒരു വൈദികനാകണം എന്ന ഒറ്റ ആഗ്രഹം മുൻനിർത്തി തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും നേരിട്ട് ഇന്ന് 5 വർഷം തൻ്റെ വൈദിക വൃത്തിയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് അച്ഛൻ. നമുക്ക് അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അച്ഛ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അച്ഛൻ്റെ വീഡിയോസും റീൽസ് എല്ലാം കണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുപരിചിതനാണ് അച്ഛൻ. ഒരുപാട് വീഡിയോസ് എല്ലാം അച്ഛനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛനെക്കുറിച്ച് കൂടുതൽ അടുത്തറിഞ്ഞിട്ടുണ്ടാവില്ല. അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ചും ലൈഫിനെക്കുറിച്ചും വൈദികനാവാനുള്ള കാരണത്തെക്കുറിച്ചും വൈദിക വൃത്തിയിൽ അച്ഛൻ മുന്നോട്ട് പോകുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അച്ഛനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ഫാദർ ഏലിയാസ് എടകുന്നേൽ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ ഒരു അച്ഛനാണ്. 5 വർഷമായി വൈദികനായിട്ട്. 2018 എൻ്റെ തിരുപ്പട്ട സ്വീകരണം. 5.5 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വികാരിയാകുന്നത്. 3 പള്ളിയിൽ കൊച്ചനായിട്ട് ഇരുന്നു. അതിനുശേഷം 2021 വെള്ളമനയിൽ വികാരിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പിതാവിനെ നിയോഗിച്ചു. സന്തോഷമായിട്ട് ആഹ്ലാദമായിട്ട് പോകുന്നു. ഞാൻ 2004 സെമിനാരിൽ ചേരുന്നത്. അപ്പം നോർമലി ഞങ്ങൾ 2014 അച്ഛനാകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ബ്രെയിൻ ട്യൂമർ വന്നു 2 തവണ പഠനത്തിനിടയ്ക്ക് തന്നെ, തിയോളജി പഠിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ച് പോയി. പക്ഷേ ഒക്കെ ദൈവത്തിൻ്റെ പരിപാലനയായിരുന്നു. അതുകൊണ്ട് 2018 ഡിസംബർ 26 എനിക്ക് അച്ഛനാകാൻ പറ്റിയത്. അച്ഛൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് എൻ്റെ ചാച്ചൻ മരിച്ചുപോയി. ഏതാണ്ട് 6 വർഷമായി. അതായത് പട്ടം കിട്ടുന്നതിന് കൃത്യം 1 വർഷം മുന്നേ ചാച്ചൻ മരിച്ചുപോയി. ചാച്ചന് സുഖമില്ലാതെ കിടപ്പായിരുന്നു, ഒരു കിടപ്പ് രോഗിയായിരുന്നു. പാർക്കിൻസൺസ് രോഗമായിരുന്നു 3-4 വർഷമായിട്ട്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ഇപ്പോൾ വീട്ടിൽ നിലവിലിപ്പം എൻ്റെ അമ്മച്ചിയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഭർത്താവുണ്ട്. അവർ 3 പേരാണ് വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾ 2 മക്കളായിരുന്നു. ഓക്കെ. എങ്ങനെയായിരുന്നു അച്ഛൻ ഈ ഒരു അച്ഛൻ്റെ വൊക്കേഷൻ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു വൈദികനാകണം എന്ന ആഗ്രഹം എന്നായിരുന്നു വന്നത്? അത് സത്യത്തിൽ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര സീരിയസ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെത്തിയപ്പോൾ ഞാനത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ തുടങ്ങി പൗരോഹിത്യത്തെ പറ്റി. കാരണം ആ സമയത്താണല്ലോ, ടീനേജ് പ്രായമാകുമ്പോഴാണല്ലോ നമ്മുടെ ഇനി മുമ്പോട്ട് എന്താണ് എന്നുള്ള ചിന്താഗതികളൊക്കെ വരുന്നത്. അപ്പം എനിക്ക് വളരെ ഗൗരവമായിട്ട് തന്നെ അപ്പോൾ ഒരു ചിന്ത വന്നു, പൗരോഹിത്യമാണ് എൻ്റെ വിളി. കാരണം കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ കുർബാനയ്ക്ക് കൂടുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ പൗരോഹിത്യത്തിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച് ഈ അൾത്താരപാലനായിട്ട് സഹായിച്ച ഓർമ്മകളാണ്. പ്രത്യേകിച്ച് 2ാം ക്ലാസ് മുതൽ കൃത്യമായിട്ട് ഞാൻ കുർബാനയ്ക്ക് കൂടുമായിരുന്നു. അതായത് അത് ദൈവാനുഗ്രഹമാണ്. സാധാരണ ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ കുട്ടികളെയാണ് കുർബാനയ്ക്ക് കൂടാൻ ഏർപ്പാടാക്കുക. പക്ഷേ എൻ്റെ കാര്യത്തിൽ ദൈവം വ്യത്യസ്തമായിട്ട് പ്രവർത്തിച്ചു. 2ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കുന്നുണ്ട്. 2ാം ക്ലാസ് മുതൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ 2ാം ക്ലാസ് മുതൽ അതിന് സാധിച്ചെങ്ങനെയാണ്? അത് വളരെ രസമാണ്. കാരണം ഞങ്ങളുടെ പഴയ വികാരിയായിരുന്ന, ഇപ്പോൾ തലശ്ശേരി രൂപതയിൽ വർക്ക് ചെയ്യുന്ന ഫാദർ തോമസ് പതിക്കൽ, അദ്ദേഹം ഞങ്ങളുടെ വികാരിയായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം, ഒരു ഞായറാഴ്ച, അന്ന് കുർബാനയ്ക്ക് കൂടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾ വരാതിരുന്നത് കൊണ്ട് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ കയറ്റി നിർത്തിയതാണ്. പക്ഷേ പിന്നീട് ഒരിക്കലും തിരിച്ചിറങ്ങേണ്ട വന്നിട്ടില്ല. പിന്നെ സ്ഥിരമായിട്ട് തന്നെ ഞാൻ പോകാൻ തുടങ്ങി.
ആദ്യമൊന്നും പ്രാർത്ഥന എഞ്ചെല്ലാം അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ 2ാം ക്ലാസ്സിൽ വെച്ച് അറിയുമായിരുന്നോ എന്തൊക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും? ഇല്ല, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. എന്തോ വലിയ കാര്യമാണെന്ന് അറിയാമായിരുന്നു. കാരണം ഞങ്ങൾ സാധാരണ കുട്ടികൾ താഴെ നിൽക്കുമ്പോൾ ഇവർ കുറച്ച് കുട്ടികൾ മുകളിൽ നിൽക്കുന്നു, അൾത്താരയിൽ നിൽക്കുന്നു, അച്ഛൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് അന്ന് അറിയായിരുന്നു. ഇതിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ദൈവം അന്ന് മുതൽ തന്നെ ഈശോയുടെ അൾത്താരയിലേക്ക് എന്നെ അടുപ്പിക്കുകയായിരുന്നു, അവരാകർഷണം തരികയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വികാരിയായിരുന്ന ഒരു ഫാദർ മാത്യു കാനക്കാട്ടുണ്ട്. അദ്ദേഹം വളരെ വിശുദ്ധനായൊരു അച്ഛനായിരുന്നു. എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു വികാരി. ഇപ്പം മരിച്ചുപോയി. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മാതൃക എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. ഒരു വികാരി എങ്ങനെ ആകണമെന്ന് ശരിക്കും എന്നെ കാണിച്ചു തന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക എന്നെ ഇതിലേക്ക് ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. വീട്ടിൽ അച്ഛൻ പറഞ്ഞ നേരത്തെ ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ ആകെയുള്ള ഒരു മോൻ, ആ മോൻ ഇപ്പോൾ വൈദികനാവാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടിൽ നിന്നുള്ള? ഞാൻ സത്യത്തിൽ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആഗ്രഹം മനസ്സിൽ തുടങ്ങി. 8ാം ക്ലാസ് ഏതാണ്ട് ഒരു പകുതിയോടെ ആയപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു, അച്ഛനാകും എന്നുള്ള തീരുമാനമെടുത്തു. പക്ഷെ ആ സമയത്ത് ടീച്ചർ പറഞ്ഞ പോലെ ഈ പൗരോഹിത്യം എന്നെ സംബന്ധിച്ച് താല്പര്യമുണ്ടെങ്കിലും വീട്ടിൽ നിന്നുള്ള പെർമിഷൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ വെല്ലുമ്മച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം വെല്ലുമ്മച്ചി ഇന്ന് മരിച്ചുപോയി. വെല്ലുമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, പക്ഷേ ഇപ്പം നീ തൽക്കാലം ഇത് ആരോടും പറയണ്ട, ഞാൻ പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് വീട്ടിൽ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷം ഞാൻ ആരോടും പറഞ്ഞില്ല. 10ാം ക്ലാസ്സിലാണ് ഞാൻ ശരിക്കും ഈ കാര്യം വന്ന് വീട്ടിൽ പറയുന്നത്. 10ാം ക്ലാസ്സിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി മാസം, കൃത്യമായ ഡേറ്റ് ഓർക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2004 ഫെബ്രുവരി 14-ാം തീയതിയാണ് ഞാൻ ഈ സംഭവം വീട്ടിൽ പറയുന്നത്. അപ്പോൾ ചാച്ചൻ്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പായിരുന്നു. പൗരോഹിത്യം അവർക്ക് ഇഷ്ടമാണ്, അച്ഛനാകുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറ്റ മകനായതുകൊണ്ട് അവർക്കൊരു അസുഖം വന്നു കഴിയുമ്പോൾ ആരാ നോക്കാനുള്ളൊരു അവസാന കാലത്ത് അവരെ നോക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി. പക്ഷേ അമ്മയ്ക്ക് അന്നും വലിയ സന്തോഷമായിരുന്നു. ചാച്ചന് ആദ്യം കുറേ എതിർപ്പായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് പൊതുവെ എല്ലാവർക്കും, നമ്മുടെ കസിൻസിനും ആൻറ്റിമാരങ്കിളുമാരെല്ലാം പറഞ്ഞത് പോകണ്ട, കാരണം പോയാൽ മറ്റൊന്നും കൊണ്ടല്ല, പോകുന്നത് നല്ലതാണ്, അച്ഛനാകുന്നത് നല്ലതാണ്, പക്ഷേ വീട്ടിലാരും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പോകണ്ടായിരിക്കും, ഇവിടെ നിന്നാൽ മതി, എന്തെങ്കിലും ജോലി ചെയ്ത് വീട്ടിൽ അന്വേഷിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇപ്പോൾ ചാച്ചനൊക്കെ വയ്യാതാകുമ്പോൾ ആരും ഇല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അവർക്കെല്ലാവർക്കും. പക്ഷേങ്കിലും എൻ്റെ ഒരു നിർബന്ധവും അതിനേക്കാളപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പരിപാലന ഞാൻ എപ്പോഴും ആലോചിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് സാന്ത്വനമായൊരു വചനമാണ് യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, ഇതൊന്നും എൻ്റെ സെലക്ഷനോ എൻ്റെ താല്പര്യം ഒന്നും ആയിരുന്നില്ല. ദൈവം അനാദിയിലെ തീരുമാനിച്ചിരുന്നു ഈശോയുടെ ഒരു പുരോഹിതനാകണമെന്ന്. അതിനുള്ള വഴികൾ ഈശോ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാത്രമേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഈ സെമിനാരി കാലഘട്ടത്തിൻ്റെ ഒരു അവസാനമാണ് അച്ഛൻ അങ്ങനെ ഒരു അല്ല ട്യൂമർ? അതെ, ഞാൻ തിയോളജി പഠിക്കും. അവസാനം എന്ന് പറയാൻ പറ്റില്ല, അവസാനത്തെ ഫോർമേഷൻ, സെമിനാരി ഫോർമേഷൻ ശരിക്കും 3ആയിട്ട് വേണം തിരിക്കാൻ. ഞങ്ങളുടെ ഡൈസിഷൻസ് ഫോർമേഷൻ, ആദ്യത്തെ 3 വർഷം മൈനർ സെമിനാരി, പിന്നെ ഒരു 3 വർഷം ഫിലോസഫി, അതിനോട് ചേർന്ന് പിന്നെ ഒരു റീജൻസി കൂടെ ഉണ്ട് 1 വർഷം. അതിനുശേഷം നമുക്ക് വൈദിക വസ്ത്രം കിട്ടും. വൈദിക വസ്ത്രം കിട്ടിക്കഴിഞ്ഞ് പിന്നെ അവസാനത്തെ 3.5 വർഷം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, തിയോളജി ഫോർമേഷൻ. ആ ഫോർമേഷൻ്റെ തുടക്കത്തിൽ ഞാൻ റോമിലാണ് തിയോളജി പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ വെച്ചാണ്, അതായത് ഫസ്റ്റ് ഇയർ തിയോളജി പഠിക്കുമ്പോഴാണ് എനിക്ക് ട്യൂമർ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്. എന്തായിരുന്നു അത്? എങ്ങനെയായിരുന്നു? എനിക്ക് ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ചെവിക്കൊരു കേൾവിക്കുറവ് തോന്നി ആദ്യം, അതായിരുന്നു സിംറ്റം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യം ഞാൻ എൻ്റെ അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞു. എൻ്റെ ഫോർമേറ്റർ അച്ഛൻ ഒരു സ്പെയിൻകാരനാണ്, അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ പോയി കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 2012 ജനുവരി മാസത്തിലാണ് സംഭവിക്കുന്നത്. ജനുവരി മാസത്തിൽ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പം ആദ്യം ചെവിയുടെ ഡോക്ടറെയാണ് കാണിച്ചത്. പക്ഷെ അദ്ദേഹം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് എന്തോ സീരിയസ് ആയ പ്രശ്നമുണ്ട്, കാരണം എൻ്റെ വലത് ചെവിയുടെ കേൾവി 80% നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനത് നോട്ട് ചെയ്തില്ലായിരുന്നു, കാരണം ഇടത്ത് ചെവി ഓക്കെ ആയതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. കേൾവിക്കുറവുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ, ഇത്ര ഗൗരവമായെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് ചെവിയുടെ പ്രശ്നമല്ല, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വേറൊരു മെഡിക്കൽ കോളേജ്, റോമിലെ തന്നെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ട്യൂമറാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ട്യൂമർ ആ സമയത്ത് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ റോമിലെ ഡോക്ടേഴ്സ് ഒരു പ്രതീക്ഷയും പറഞ്ഞില്ല, ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. മാക്സിമം ഒരു 3 മാസം എന്നുള്ളതിൽ തന്നെയാണ്. ഞാനിപ്പോഴും കൃത്യം ഓർക്കുകയാണ്, 2012 ജനുവരി മാസത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമിന് മുമ്പിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്നെ കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു മാക്സിമം ഒരു 3 മാസം
അതിൽ കൂടുതൽ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം റോമിലെ അല്ലെങ്കിൽ യൂറോപ്യൻ മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് രോഗിയെല്ലാം അറിയണം എന്നാണ്, രോഗിയുടെ റൈറ്റാണ് അതെല്ലാം അറിയണം. അതുകൊണ്ട് അദ്ദേഹം എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇനി ജീവിക്കാൻ സാധ്യതയില്ല, മാക്സിമം ആയാലും 3 മാസം, കാരണം ട്യൂമർ അത്രയും വലുപ്പം വെച്ചു എന്നുള്ളതിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സെമിനാറിലേക്ക് വരികയാണ്. അവരെന്നോട് ഓപ്ഷൻ പറഞ്ഞത് വേണമെങ്കിൽ സർജറി ചെയ്യാം, അത് വേണമെങ്കിൽ ഇറ്റലിയിൽ തന്നെ ചെയ്യാം, ഇനി അതല്ലെങ്കിൽ ജർമ്മനിയിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, വേണം ചെയ്യാം, ഇനി അതും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ച് വന്നിട്ട് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ സെമിനാറിലെത്തി, സെമിനാർ ഡോക്ടേഴ്സിനെ കാര്യങ്ങൾ അറിയിച്ചു. പിന്നെ റോമിൽ പഠിക്കുന്ന തലശ്ശേരിക്കാർ, എൻ്റെ രൂപതക്കാർ അച്ഛന്മാരുണ്ട്, പഠിക്കുകയും ജോലിയും ചെയ്യുന്നവർ. അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ റെക്ടേഴ്സിനെ വിളിച്ചു. ഇങ്ങനെ കാരണം വളരെ ഗൗരവമായ കാര്യമാണല്ലോ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഇങ്ങനെ അവർ പിതാവുമായിട്ട് ബന്ധപ്പെട്ടു. അന്ന് തലശ്ശേരിയുടെ മെത്രാപ്പൊലീത്ത ജോർജ് വലൻ്റെ പിതാവാണ്. അദ്ദേഹം ഇവിടുത്തെ ക്യൂരയിലൊക്കെ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്തു, ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്, കാരണം മിക്കവാറും മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അവിടുന്ന് ഓപ്പറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും മരിച്ചു പോകും, മരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ആ സാഹചര്യത്തിൽ തിരിച്ച് ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ബോഡി കൊണ്ടുപോവുക, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവിടെ ഈ ഇന്ത്യൻ ഡോക്ടേഴ്സിലാണ് കുറച്ചുകൂടി ഒരു താല്പര്യം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ നെർവസ് സംബന്ധമായ സർജറിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സിനാണ് കുറച്ചുകൂടെ ഒരു നല്ലതെന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ വന്നു. അങ്ങനെ പിതാവ് അങ്ങനെ എൻ്റെ സ്കാൻ റിപ്പോർട്ട് ഞാൻ മെയിലിൽ അയച്ചു കൊടുത്തിരുന്നു. സ്കാൻ റിപ്പോർട്ടെല്ലാം കൂടെ പിതാവ് എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു നല്ല ഒരു ന്യൂറോ സർജൻ ഉണ്ടെന്ന് അന്ന് ചക്കിത്ത് പിതാവാണല്ലോ സഹായമെത്രാൻ, ചക്കിത്ത് പിതാവ് നമ്മുടെ തലശ്ശേരി പിതാവായിരുന്ന വല്യണ്ട് പിതാവിനോട് പറഞ്ഞു കുഴപ്പമില്ല, ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ പിതാവ് പറയുകയാണ്, ഡോക്ടേഴ്സിനോട് പറഞ്ഞു എലിയാസിനെ ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫെബ്രുവരി 1st വീക്കിലാണ് ഞാൻ തിരിച്ച് റോമിൽ നിന്ന് തിരിച്ച് തലശ്ശേരിയിൽ വരുന്നത്. അതിനുശേഷം വന്നപ്പോഴും ഞാനങ്ങനെ വീട്ടിലും അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞില്ല, കാരണം പിതാവ് പറഞ്ഞിരുന്നു, പിതാവിന് നല്ല വിശ്വാസമായിരുന്നു വല്യണ്ട് പിതാവിന്. പിതാവ് പറഞ്ഞു സാരമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വീട്ടുകാരെ ഒന്നും അറിയിച്ച് പേടിപ്പിക്കേണ്ട, നമുക്കത് മാനേജ് ചെയ്യാവുന്ന വിഷയമുള്ളൂ എന്ന് പറഞ്ഞു. പിതാവിൻ്റെ ഒരു ധൈര്യം, പിന്നെ അച്ഛന്മാരുടെ സപ്പോർട്ടൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചിരുന്നു ആ സമയത്ത്. ഇങ്ങനെ ട്യൂമറാന്ന് അറിയുമ്പോൾ എന്തായിരുന്നു അച്ഛൻ്റെ മാനസികാവസ്ഥ സമയം? എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതെന്താണ് സംഗതി എന്ന് പോലും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പം തിരിച്ചിങ്ങനെ ഇത്ര ഗൗരവമാണെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ 3 മാസമാണ് ഇനി ആയുസുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് സെമിനാറിലേക്ക് വരികയാണ്. തിരിച്ച് വന്നു കഴിഞ്ഞ് സെമിനാറിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഉച്ചനേരത്താണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഞാനും എൻ്റെ ഫോർമാറ്റേഴ്സിനും മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഒരു സ്പെയിൻകാരനാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ബ്രദേഴ്സും ആ സമയത്ത് പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇച്ചിരി ദൂരമുണ്ട് നടക്കാൻ, അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ സെമിനാറിൽ ഞങ്ങളുടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞ ഉടനെ അച്ഛൻ പറഞ്ഞു വിശ്രമിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ മുറിയിലേക്ക് പോയി ഒന്ന് ഫ്രഷായി, എന്നിട്ട് നമ്മുടെ ചാപ്പലിലേക്ക് പോവുകയാണ് ഞാൻ. കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല, കാരണം ഇത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശരിക്കും ഒരു മരണ വാറണ്ട് കിട്ടിയ ഒരാളുടെ അവസ്ഥയാണ്, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ എന്നിട്ട് ഏതായാലും ഞാൻ ഒരു ചെറിയൊരു ചാപ്പൽ, ഒരു കുഞ്ഞൊരു ചാപ്പലുണ്ട് ഞങ്ങൾക്ക് റൂമിൽ, ഞങ്ങളുടെ സെമിനാരിയിൽ സേതസ് ആംബുലൻസ് എന്ന് പറഞ്ഞ സെമിനാരിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ചാപ്പലുണ്ട്, ചെറിയ ചാപ്പലാണ്. അവിടെ ഈശോയുടെ ഒരു ക്രൂശ് രൂപം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ക്രൂശ് രൂപത്തിന് മുമ്പിൽ ഞാൻ പോയി ഇരുന്നു കുറേ നേരം. പക്ഷേ അവിടെ ഇരുന്നെങ്കിലും ഇവനൊന്ന് കരയാൻ പോലും എനിക്ക് പറ്റുന്നില്ല, കാരണം ഒരു പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്ത് ചെയ്യണം, എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കുറച്ച് നേരം ഈശോയുടെ അടുത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു ഗാനമുണ്ടല്ലോ മലയാളത്തിൽ, ഞാൻ എന്നോ കേട്ട് മറന്ന ഒരു ഗാനമാണ്, ഈ താങ്ങുന്ന ദൈവം കൂടെയുണ്ടെങ്കിൽ തളരുവത് എന്ത് കുഞ്ഞേ എന്ന് പറഞ്ഞ ഒരു ഗാനമുണ്ട്. അപ്പം അതിൻ്റെ ഈരടികൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക്, ആ വരികൾ തന്നെ ഇങ്ങനെ വരികയാണ്. അത് ഈശോ തന്നതാണ് ആ സമയത്ത്. അത് ഞാൻ അറിയാതെ തന്നെ അതിങ്ങനെ ആവർത്തിച്ച് പാടാൻ തുടങ്ങി. അത് പാടി കുറേ പാടി കഴിഞ്ഞപ്പോഴത്തേനും അതൊരു വലിയ ബോധ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം ട്യൂമറൊക്കെ എനിക്കുണ്ട്, വലിയ പ്രശ്നമുണ്ട്, പക്ഷേ താങ്ങുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തളരേണ്ട കാര്യമില്ലല്ലോ, ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള വലിയൊരു ചിന്താഗതി, വലിയൊരു ബോധ്യം. അതൊരു ചിന്ത എന്നതിനേക്കാൾ അപ്പുറത്ത് ഈശോ തന്നൊരു ബോധ്യമാണ്, ഒരു തരം ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആ സമയത്ത് എനിക്ക് കിട്ടി. അതിൽ പിന്നെ വലിയ പ്രശ്നം എൻ്റെ ട്യൂമറിനെ പറ്റി മാനസികമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. വലിയ ടെൻഷനോ വെപ്രാളമൊന്നും ഒരിക്കലും രണ്ടാമത് പിന്നെയും ട്യൂമർ വന്നപ്പോഴായാലും എനിക്കത് ഉണ്ടായില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ഈശോയുടെ കരങ്ങളിലാണ്, ആ ഈശോയാണ് എന്നെ താങ്ങുന്നത് എന്നുള്ള വലിയൊരു ബോധ്യം ആ സമയത്ത് എനിക്ക് കിട്ടി. എന്നിട്ട് അതിനുശേഷം പിന്നെ ചികിത്സ എങ്ങനെ? എന്നിട്ട് ഞാൻ തിരിച്ചു വന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, തിരിച്ച് നമ്മൾ തലശ്ശേരിയിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ പോയി ഒരാഴ്ച വീട്ടിൽ നിന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഞങ്ങൾ എറണാകുളത്ത്
ലിസി ഹോസ്പിറ്റലിൽ പിതാവ് എനിക്ക് അപ്പോയിൻറ്റ് ബുക്ക് ചെയ്തിരുന്നു. അവിടെ ഒരു ഡോക്ടർ കൃഷ്ണദാസ്, അദ്ദേഹം ഒരു കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു ന്യൂറോ സർജനാണ്. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വളരെ കോൺഫിഡൻസോടെ എന്നോട് സംസാരിച്ചു. അദ്ദേഹം സാരമില്ല, നമുക്കിത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ, നമുക്ക് ട്യൂമർ വലുപ്പമുണ്ട്, പക്ഷെ സാരമില്ല, ഇപ്പോൾ തൽക്കാലം ഒരു 2-3 ആഴ്ച ഞാൻ മരുന്ന് തന്നാം, ആ മരുന്ന് ഒന്ന് കഴിച്ചിട്ട് തിരിച്ച് വന്നാൽ മതി, നമുക്ക് സർജറി ചെയ്യാം, ഡേറ്റൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഡേറ്റ് തന്നു. അത് ഫെബ്രുവരി 27 ആയിരുന്നു, 2012 ഫെബ്രുവരി 27. അപ്പോൾ 2 ആഴ്ച മരുന്ന് കഴിക്കാനുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് 2012 ഫെബ്രുവരി 27 അപ്പോൾ അതുകൊണ്ട് 2 ആഴ്ച വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ആ സമയത്ത് മരുന്ന് കഴിച്ചു. ഒരു 3 ദിവസം മുമ്പ് ഞാൻ തലശ്ശേരിയിലേക്ക് വന്നു. തലശ്ശേരിയിലേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കുറച്ച് മുന്നേ ആശുപത്രി പോയി അഡ്മിറ്റ് ആണല്ലോ, അതിനുവേണ്ടിയൊക്കെ ആയിട്ട് തലശ്ശേരിയിലേക്ക് വന്നു. അപ്പോൾ പിതാവ് എന്നെ തലശ്ശേരി സെമിനാരിയിൽ, മൈനർ സെമിനാരി, ഞങ്ങളുടെ അന്നത്തെ ആധ്യാത്മിക പിതാവായിരുന്ന ഫാദർ ഷാജി തെക്കേമുറി അച്ഛനുണ്ട്. അച്ഛൻ പിന്നീട് ഞങ്ങളുടെ ഡയറക്ടറായി. ഇപ്പം തലശ്ശേരി രൂപതലത്തിൻ്റെ നിർമ്മലഗിരി എന്ന് പറഞ്ഞ പള്ളി വികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി, ഒരു ആധ്യാത്മിക കൗൺസിലിങ്ങിന് വേണ്ടി സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയി. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദർ ഇസ് എ സിഗ്നേച്ചർ ഓഫ് ഗോഡ് ഓൺ യുവർ ട്യൂമർ. അതായത് നിൻ്റെ ട്യൂമറിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായ ഒരു ആശ്വാസം ആ സമയത്ത് തന്നു. അപ്പോൾ ഞാനതിങ്ങനെ പിന്നീട് അത് തന്നെ ഇങ്ങനെ അച്ഛൻ എന്തൊക്കെയോ മറ്റു കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഇതൊന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, നിൻ്റെ ട്യൂമറിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഒരിക്കൽ അച്ഛനെ വീണ്ടും മീറ്റ് ചെയ്തു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അന്ന് പറഞ്ഞ വാക്കുകൾ, എൻ്റെ ട്യൂമറിലൊരു ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അതെന്നെ ഒത്തിരി സ്പർശിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അവിടെയാണ് ശരിക്കും മിറാക്കിൾ. അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ലെന്ന്. അച്ഛൻ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞു എന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഉറപ്പാണ്, അത് എനിക്കും അച്ഛനും അന്ന് ബോധ്യമായി, അത് ദൈവം അച്ഛൻ്റെ ചുണ്ടിലേക്ക് വെച്ച് തന്നുമായിരുന്നു ആ വാക്ക്. കാരണം ആ വാക്ക്, ആ ഒരു ആശ്വാസ വാക്ക് അന്നെനിക്ക് ആശ്വാസമായിരുന്നു. അന്നെനിക്ക് കിട്ടേണ്ടതാണെന്ന് തമ്പുരാൻ അറിയാമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നത്. 25-ാം തീയതി പോകുന്നു, അഡ്മിറ്റായി. 27-ാം തീയതി സർജറി. ഏതാണ്ട് ഒരു 9 മണിക്കൂർ എടുത്ത സർജറിയാണ്, വളരെ ലോങ് ആയിട്ടുള്ള സർജറിയാണ് കഴിഞ്ഞത്. പക്ഷേ എല്ലാവരും തന്നെ മിക്കവാറും പേര് ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചെങ്കിലും, അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ബെഡ് റിട്ടൺ ആകുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. പിന്നീട് ഒരു 2 മാസക്കാലത്തോളം വിശ്രമമായിരുന്നു. പക്ഷേ ട്യൂമറിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് എൻ്റെ വലത് ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അങ്ങനെ പക്ഷേ 2012 ഒരു ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേനും വീണ്ടും എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സമയമായി. പക്ഷേ പ്രൊമോഷൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വലിയൊരു അസുഖം വന്ന ആൾക്ക് ഇനിയും ഇത് വരുമോ എന്നും അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ തിരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള എല്ലാവർക്കും കൺഫ്യൂഷനായി. അതുകൊണ്ട് പിതാവ് എന്നോട് പറഞ്ഞു, 2 വർഷം ബ്രേക്ക് എടുക്കണം, എന്നിട്ട് വീണ്ടും ട്യൂമർ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്രേക്ക് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമില്ല, ഒട്ടും ആഗ്രഹമില്ല. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ ഞാൻ അങ്ങനെയാണെങ്കിൽ 2 വർഷം എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞു. പഠിച്ച് 2 വർഷത്തേക്ക് ഒരു ഓപ്ഷൻ പഠിക്കാം. അപ്പോൾ പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് കോളേജിൽ പോയിട്ട് എന്താ ഇഷ്ടമുള്ളൊരു വിഷയം പഠിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛന്മാരും പലരും എന്നെ സജസ്റ്റ് ചെയ്തതനുസരിച്ച് ഞാൻ MSW പഠിച്ചു. 2 വർഷം അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് വെച്ചിട്ട് MSW പഠിച്ചു. അങ്ങനെ 2014 പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് 2014 വീണ്ടും സെമിനാറിലേക്ക് റീജോയിൻ ചെയ്യുന്നു. പക്ഷേ അന്നേരം അതിന് മുമ്പായിട്ട് ഈ ആദ്യത്തെ സർജറി കഴിഞ്ഞല്ലോ, ആ സമയത്ത് വീട്ടുകാർ അറിഞ്ഞായിരുന്നു? അല്ല, സർജറി കഴിഞ്ഞ് അവരോട് പറഞ്ഞില്ല, ട്യൂമർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. സർജറി സമയത്ത് അവർ വീട്ടുകാരെല്ലാവരും ഉണ്ട്? ഇല്ല, സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്നൊന്നും ആരും വന്നില്ല. കാരണം ചാച്ചൻ അന്ന് തീരെ ക്ഷീണമായിരുന്നു, പിന്നെ വേറെ ആരും വരാനില്ലല്ലോ. പിന്നെ ഒരു കസിൻ ചേട്ടായി മാത്രമായിരുന്നു വീട്ടിൽ നിന്ന് വന്നത്. പക്ഷേ അമ്മയൊക്കെ എന്തായിരുന്നു? അമ്മയ്ക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അമ്മ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അച്ഛൻ്റെ അടുത്ത് ആ സമയത്ത്? ഇല്ല, കാരണം അവർക്ക് അറിയില്ലായിരുന്നു ഇത്ര ഗൗരവമായൊരു ഓപ്പറേഷൻ ആണെന്ന് പറയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ചെറിയൊരു ഞരമ്പിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും സീരിയസ് ആണെന്നും ഇത്രയും മണിക്കൂറുകൾ എടുക്കുമെന്നൊന്നും അറിയില്ല. കാരണം അവരൊക്കെ ഒരു നാട്ടുമ്പുറത്തുള്ളവരായതുകൊണ്ട് ഇത്രയും ലോങ് സർജറി എന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഇത്രയും സമയം എടുക്കുമെന്ന് ഡോക്ടേഴ്സ് പോലും വിചാരിച്ചില്ല. പക്ഷേ ട്യൂമർ എടുത്ത് വന്നപ്പോൾ അത്രയും സമയം എടുത്തതാണ്, ഒരു 9 മണിക്കൂറോളം എടുത്തിരുന്നു. അതിനുശേഷം പിന്നെ കോളേജിലേക്ക് 2012 തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കോളേജിൽ പോയി. 2014 വരെ 2 വർഷമായിരുന്നു പഠിച്ചത് MSW. അതിനുശേഷം വീണ്ടും സെമിനാറിൽ ചേർന്നു. പക്ഷേ ആ സമയത്ത് തിരിച്ച് റോമിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ആ സമയത്തേക്ക് എനിക്ക് അനുവദിച്ച സ്കോളർഷിപ്പ് കട്ടായി പോയി. അതുകൊണ്ട് തിരിച്ച് കുന്നോത്ത് മേജർ സെമിനാരിയിലേക്ക് പിതാവിനെ പഠിക്കാൻ വിട്ടു. തിയോളജി അവിടെയാണ് പഠിച്ചത്. പിന്നെ ആദ്യത്തെ ഒരു 3 വർഷം തിയോളജി 3 വർഷം വലിയ കുഴപ്പമില്ലാതെ പോയി.
പക്ഷെ 3-ാം വർഷമായപ്പോൾ തന്നെ വീണ്ടും ഞാൻ തലകറങ്ങി വീണു, പെട്ടെന്ന് ബാത്റൂമിൽ തലകറങ്ങി വീണു. ആളുകൾ എന്നെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, പഴയ അസുഖത്തിൻ്റെ ബാക്കിയാണോന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് അവരെന്നെ എറണാകുളത്തേക്ക് തന്നെ റെഫർ ചെയ്തു. എറണാകുളത്തേക്ക് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് ലിസി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നുകൂടെ തന്നെ ഈ ഡോക്ടർ കൃഷ്ണദാസിൻ്റെ കീഴിൽ തന്നെ ഒന്നുകൂടെ സ്കാൻ ചെയ്തു. MRI ചെയ്തപ്പോഴാണ് മനസ്സിലായത് വീണ്ടും പഴയതിനേക്കാളും ഗൗരവമായ ഒരു ട്യൂമറാണ് വീണ്ടും വരുന്നത്. അതായത് ഇത് നടക്കുന്നത് 2017-ലാണ്. 2017 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ വൈദികനാവാൻ തൊട്ട് മുമ്പ് അതായത് 2018-ലാണ് ശരിക്കും എൻ്റെ ഓർഡിനേഷൻ നടക്കേണ്ടത്. പക്ഷേ അപ്പം അതിനുള്ള ഏതാണ്ടൊരു ഒരുക്കത്തിലൊക്കെയാണ്. കാരണം തേർഡ് ഇയർ തിയോളജി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് വരികയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്. വീണ്ടും ട്യൂമറാണ്, പിന്നെ എന്ത് ചെയ്യുമെന്നും അറിയില്ല. ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ആ സമയത്ത് കടന്നു പോയായിരുന്നു. കാരണം അങ്ങനെ വീണ്ടും ഒരു ട്യൂമർ വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. വീണ്ടും ഇത് വളർന്നു വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അത് വളരെ മാരകമായ ട്യൂമറായിരുന്നു. കാരണം ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ട്യൂമറിൻ്റെ സ്കാൻ ചെയ്ത സമയത്തൊക്കെ എറണാകുളത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, പ്രതീക്ഷിക്കാം, നമുക്ക് സാധ്യതയുണ്ട്, ഇനിയും ജീവിക്കും, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ സർജറിയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ട്യൂമർ ഈ സ്കാൻ റിപ്പോർട്ട് കണ്ട് പറഞ്ഞു ഇനി സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 90% മരിച്ചു പോകാനാണ് സാധ്യത, ഒരു 9% കംപ്ലീറ്റ് ബെഡ് റിഡൻ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ഹൈന്ദവനായ ഡോക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു ബാക്കിയുള്ള 1% നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്തെങ്കിലും ഒരു മിറാക്കിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളിനി ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ദൈവം അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് ഈ ട്യൂമർ കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോൾ 6 വർഷമായി. ഇതുവരെ ഒരു ദിവസം പോലും ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസം പോലും ജീവിക്കാൻ സാധ്യതയില്ലെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതി ഞാനാണ്. ദൈവത്തിൻ്റെ പരിപാലനം കൊണ്ട് ഇത്രയും വർഷം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ്റെ സമയത്ത് എന്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം? രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസം റെസ്റ്റ് എടുത്തു. പക്ഷേ വീണ്ടും റെസ്റ്റ് കണ്ടിന്യൂ ചെയ്താൽ വീണ്ടും ഓരോ വർഷം റെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൂടെ വീണ്ടും ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരും. അപ്പം അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് പിതാവും എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ വിശ്രമിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. അതായത് സെമിനാരി ക്ലാസ്സുകൾ നടക്കുന്നു, ഞാൻ ഞങ്ങളുടെ സിക്ക് റൂമിൽ തന്നെ ഞാനവിടെ കിടക്കുന്നു, എനിക്ക് കഷ്ടി എണീക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ അത് കാണുന്നു, നടക്കാനൊക്കെ കഷ്ടി നടക്കാനേ പറ്റുമുണ്ടായിരുന്നു. കഷ്ടി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. എങ്കിലും ഈ അച്ഛനാണെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഇനിയും വർഷങ്ങൾ മുമ്പോട്ട് പോവുകയാണല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് എത്ര സഹിച്ചിട്ടായാലും വേണ്ടില്ല, ഇവിടെ ഇരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോളാം. അപ്പം ആ സമയത്തേക്ക് എൻ്റെ രണ്ടാമത്തെ സർജറിയുടെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് കണ്ണിൻ്റെ കാഴ്ച, വലത്ത് കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയി. പിന്നെ ഈ വലത്ത് കൈ തളർന്നു പോയി. അപ്പം അത് ഇപ്പോഴും അങ്ങനെയാണ്. ആദ്യത്തെ ട്യൂമറിൻ്റെ സമയത്ത് വലത്ത് ചെവിയുടെ കേളി പോയിരുന്നു. അപ്പം രണ്ടാമത്തെ വന്നപ്പോഴത്തേനും വലത്ത് കണ്ണിൻ്റെ കാഴ്ച പോയി, ഈ കൈ തളർന്നു പോയി, എഴുതാനൊന്നും പറ്റത്തില്ല, ഇതിങ്ങനെ ചലിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒത്തിരി പരിമിതികൾ ആ സമയത്ത് എനിക്ക് സംഭവിച്ചു. അതൊക്കെ ലൈഫ് ലോങ് ആണ്, ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ എന്നാലും ദൈവം വലിയ പരിപാലനയോടെ കടത്തിവിടണം. കാരണം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പകുതി മനുഷ്യനാണ്. കാരണം പകുതി എല്ലാം പോയി കിടക്കുവാണ്, അത് ലൈഫ് ലോങ് ആണ്. പക്ഷേ എൻ്റെ പൗരോഹിത ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സവും വരാൻ ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനം. രണ്ടാമതും ഇത് വന്നു കഴിഞ്ഞപ്പോൾ, അതും വൈദികനാവാനായിട്ട് തൊട്ട് മുമ്പാണ് ഇത് വീണ്ടും വരുന്നത്. ആ സമയത്ത് ഇപ്പോൾ ദൈവത്തോട് എന്തെങ്കിലും തോന്നിയിരുന്നോ? കാരണം എന്തിനാണ് ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നത്, എന്നിട്ട് എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പരാതി അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആ സമയത്തൊക്കെ എനിക്ക് ആ രീതി തന്നെയുള്ള ചിന്തകൾ വന്നു. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. കാരണം അച്ഛനാകുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ അതിൽ 2 ഉത്തരങ്ങൾ ഞാനത് പറയാം. 2 ഉത്തരമല്ല, 2 ഉത്തരങ്ങൾ എൻ്റെ മനസ്സിൽ പിന്നീട് ദൈവം തന്നു. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തലശ്ശേരി സെമിനാരിയിൽ ആണ് ഞാൻ ആ സമയത്തൊക്കെ ഈ അസുഖത്തെ പറ്റിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ താമസിച്ചൊക്കെ. ആ സമയത്ത് അവിടെ മാതാവിൻ്റെ രൂപമുണ്ട്, കുഞ്ഞു രൂപമുണ്ട്. അവിടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ പോകും. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ബാക്കി പ്രദേശമൊക്കെ സെമിനാരിക്കാരെല്ലാവരും കളിക്കുന്ന സമയമാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് കളിക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈശോയുടെ മാതാവിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് മാതാവിൻ്റെ രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയും എനിക്ക് മരിച്ചു പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ അമ്മ ഒരു തവണയെങ്കിലും ഒന്ന് വിശുദ്ധ കുർബാന ചേരണം, ഒറ്റ തവണ വിശുദ്ധ കുർബാന ചേരണം, അതിനുശേഷം ഞാൻ മരിച്ചുകൊള്ളാം, ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇത് പറയും, കരയും, അത് തന്നെയാണ് നിൻ്റെ ടൈം ടേബിൾ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ വചനം എനിക്ക് കിട്ടി. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ഒരിക്കൽ വചനം കിട്ടി, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ 15:16. ആ വചനം ആ സമയത്ത് എനിക്ക് വലിയൊരു ആശ്വാസമായി. കാരണം
ഈ ട്യൂമർ എന്നെ സംബന്ധിച്ച് വലുതാണ്, ഇത് വരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ സെമിനാരിൽ ചേർന്നത്. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ഒരു ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത്. അപ്പം ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ എന്നെ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ഒരു ബോധ്യം കിട്ടിയതിൽ പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ലാതായി എന്ന് പറഞ്ഞാൽ ഒരു തളർച്ച അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ പിന്നീട് ഞാൻ ദൈവത്തോട് പരാതി എന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടെ ഓർക്കുന്നുണ്ട്, സെമിനാരിയിൽ ഈ മേജർ സെമിനാരിയിൽ ട്യൂമറിൻ്റെ ഓപ്പറേഷന് വേണ്ടി, രണ്ടാമത്തെ ട്യൂമർ ഓപ്പറേഷന് വേണ്ടി പോകുന്നതിന് മുമ്പ് തലേദിവസം ഞാൻ ബ്രദേഴ്സിനെല്ലാം പോയി കണ്ടിരുന്നു, പൊതുവായിട്ട് കണ്ടു. അവരോട് ഞാൻ എപ്പോഴും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളെൻ്റെ രോഗം സുഖപ്പെടാനോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ഒരച്ഛനാകാൻ പറ്റാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഒരു പുരോഹിതനാകാൻ വേണ്ടി ഒരു തവണയെങ്കിലും ഒന്ന് കുർബാന ചെല്ലാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെറുതെ ഒന്ന് കണക്ക് നോക്കുമായിരുന്നു. ഞാൻ അച്ഛനായിട്ട് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞിപ്പം. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ മിനിമം ഒരു 2000 വിശുദ്ധ കുർബാനയെങ്കിലും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സിംഗിൾ വിശുദ്ധ കുർബാനയാണ് ഈശോയോട് ചോദിച്ചത്. പക്ഷേ ഈശോ വലിയൊരു പരിപാലനയാണ്. പരിപാലനം എന്നുള്ളതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഈ ഇപ്പം അതേപോലെ തന്നെ വൈദികനാണ് തൊട്ട് മുമ്പാണ് അച്ഛൻ്റെ പിതാവ് പെട്ടെന്ന് മരിക്കുന്നത്. അല്ലേ? അതൊരു ഷോക്കായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഷോക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ട്യൂമറിൻ്റെ കാര്യം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ ഓപ്പറേഷനൊക്കെ ഏകദേശം ഫിക്സ് ചെയ്തു. ഡേറ്റൊക്കെ ഏതാണ്ട് അറിഞ്ഞു കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇങ്ങനെ മരുന്ന് കഴിച്ച് ഒരു ടൈം പീരീഡ് ഉണ്ട്, 2-3 ആഴ്ച മരുന്ന് കഴിക്കണം. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ശേഷം മരിച്ചു പോകുന്നത്. 2017 സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അന്ന് അച്ഛൻ രണ്ടാമത് വന്നതിന് ശേഷമല്ലേ? അതെ, രണ്ടാമത്. അപ്പോൾ വയ്യാണ്ട് തന്നെ കിടക്കുമായിരുന്നു. വയ്യാണ്ട് കിടക്കുമായിരുന്നു. അത് ചാച്ചനും കിടപ്പായിരുന്നു 3 വർഷമായിട്ട്. ചാച്ചന് ഈ പാർക്കിൻസൺസ് രോഗമായിട്ട് 3 വർഷം കിടപ്പായിരുന്നു. പക്ഷേ ഈ എൻ്റെ ട്യൂമറിൻ്റെ കാര്യം, രണ്ടാമത് ട്യൂമർ വന്നപ്പോൾ ഇവർക്കെല്ലാം മനസ്സിലായി പെട്ടെന്ന്. കാരണം ആദ്യത്തെ ട്യൂമർ ഇത്ര ഗൗരവമാണെന്ന് അറിയാമായിരുന്നുകൊണ്ട് രണ്ടാമത് ട്യൂമർ വന്നു എന്ന് അറിഞ്ഞപ്പം പെട്ടെന്ന് ചാച്ചനൊരു വല്ലാത്തൊരു ഷോക്കായി. അങ്ങനെ ഒരു അറ്റാക്ക് വന്നാണ് ചാച്ചൻ മരിക്കുന്നത്. പെട്ടെന്നൊരു മനസ്സിന് ഷോക്കായി, അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അറ്റാക്ക് വന്ന് അദ്ദേഹം അങ്ങനെയാണ് മരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ചാച്ചനെ അടക്കം കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ട് തിരിച്ച് സെമിനാറിലേക്ക് തന്നെ വന്നു. മേജർ സെമിനാരിൽ, കുന്നോസ് സെമിനാരിൽ റെസ്റ്റ് എടുക്കുകയാണ്. ആർക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ആശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും പറയാൻ പറ്റില്ല, എന്ത് പറഞ്ഞും ആശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എല്ലാ ഇതിലും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ. പക്ഷേ ആ സമയത്ത് ഒരിക്കൽ എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദർ ആയിരുന്ന ഒരു ഫാദർ തോമസ് വള്ളയാനിപുരം, അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ്. അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ പള്ളിയിലിരിക്കും, അദ്ദേഹം എന്നെ മുറിയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം എന്നെ ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞങ്ങൾക്ക് ആർക്കും നിന്നെ ആശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ യേശുപിതാവിൻ്റെ ഒരു ഫോട്ടോ എവിടുന്നെങ്കിലും സംഘടിപ്പിക്കണം. എന്നിട്ട് ആ യേശുപിതാവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പള്ളിയിൽ പോകണം. എന്നിട്ട് നിൻ്റെ മുമ്പിൽ ഈ ഫോട്ടോ വെച്ചിട്ട് യേശുപിതാവിനോട് പറയണം, യേശുപിതാവേ, ഈ ലോകത്തിൽ എനിക്കിനി അപ്പനില്ല, ഇനി എൻ്റെ കുടുംബം അനാഥമായി, പക്ഷേ യേശുപിതാവ് ഇനി എൻ്റെ അപ്പനാകണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് ശരിക്കും മനസ്സിലായൊന്നുമില്ല, എങ്കിലും ഞാൻ അച്ഛൻ പറഞ്ഞതാണല്ലോ, അനുസരിക്കണമല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ യേശുപിതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മുറിയിലുണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് പോയി യേശുപിതാവിൻ്റെ ഫോട്ടോ മുമ്പ് വെച്ച് അച്ഛനും പറഞ്ഞു, ഇതേപോലെ തന്നെ പറഞ്ഞു, യേശുപിതാവ് എനിക്കിനി ഈ ലോകത്തിൽ അപ്പനില്ല, യേശുപിതാവായിരിക്കണം എൻ്റെ അപ്പൻ. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ കാര്യം, എല്ലാ കാര്യങ്ങളും യേശുപിതാവ് ഒരു അപ്പനെ പോലെ മുൻകൈ എടുത്ത് നടത്തണമെന്ന് പറഞ്ഞു. അത് അന്ന് മുതൽ, അത് പറഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി, 6 വർഷം കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം നടന്ന എല്ലാ കാര്യങ്ങളും ഈ യേശുപിതാവ് ഒരു നല്ല അപ്പനെ പോലെ എല്ലാ കാര്യങ്ങളും മുൻകൈ, എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് അനുഭവിച്ച ഒരാൾക്ക് ഇതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും മനസ്സിലാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ഭട്ടമായാലും കൊള്ളാം, മറ്റു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും യേശുപിതാവ് മുൻകൈ എടുത്ത് നടത്തുകയായിരുന്നു. അത്ഭുതകരമായിട്ട് എല്ലാവരും മരിച്ചു പോകുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഒന്നും സംഭവിക്കാതെ എനിക്ക് ഉറപ്പാണ്. യേശുപിതാവിൻ്റെ വലിയ മധ്യസ്ഥത, യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും വലിയ സ്നേഹം, അവരുടെ വലിയ മധ്യസ്ഥത എൻ്റെ ഈ സൗഖ്യത്തിനും പൗരോഹിത്യത്തിനും പുറകിലുണ്ട്. അപ്പം അങ്ങനെ അതാണ് എനിക്ക് ആ സംഭവത്തെ പറ്റി പറയാൻ. ചാച്ചൻ മരിച്ചുപോയി, വിഷമം ഇപ്പോഴും ഉണ്ട്, അതൊരിക്കലും മാറത്തില്ല. പക്ഷേ എന്നാലും എനിക്ക് ഉറപ്പുണ്ട് ഇതൊക്കെ ദൈവപരിപാലനമായിരുന്നു. ഒന്നിനെപ്പറ്റിയും ഒരു തരി പോലും നിരാശയില്ല, കാരണം എല്ലാം ഈശോയുടെ പദ്ധതിയാണ്. ഈ അച്ഛനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് വലിയൊരു സ്ട്രെങ്ത് വേണ്ട ഒരു ആവശ്യമായിരുന്നു എന്നുണ്ടല്ലോ. കാരണം മകൻ്റെ അവസ്ഥയും അപ്പൻ്റെ അവസ്ഥയും അതിനെ അച്ഛൻ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട്? ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇടവേള സിസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, അമ്മയുടെ അടുത്ത് പോയി ഇരിക്കണം. ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സമയത്തൊക്കെ അമ്മയുടെ അടുത്ത് പോയി അമ്മ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. പക്ഷെ ഞാൻ അതിനേക്കാൾ അപ്പുറത്തായിട്ട് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, ഒരമ്മയുടെ വേദന എന്താണെന്ന് മാതാവിനെ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ വിചാരിച്ചാൽ എൻ്റെ അമ്മേനെ ആശ്വസിക്കാൻ പറ്റും, ആര് വിചാരിച്ചാലും പറ്റത്തില്ല. പക്ഷെ മാതാവ് അവിടെ ഉണ്ടായിരിക്കണം. അമ്മയ്ക്ക് ഇതൊക്കെ നേരിടാനുള്ള ഒരു കഴിവ്, ഒരു മാനസിക ധൈര്യം മാതാവ് കൊടുക്കണം.
അത് മാതാവ് ക്രമീകരിച്ചു. കാരണം അതുകൊണ്ടാണ് ഇപ്പോഴും ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും അമ്മ ധീരതയോടെ എല്ലാം നേരിട്ടു. അപ്പം അതിന് കാരണം മാതാവ് അമ്മയ്ക്ക് കൊടുത്ത ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ അറിയുന്നത്. പക്ഷേ ഈ എന്താ പറയുക, വിശുദ്ധരുടെയൊക്കെ സാന്നിധ്യം, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ യേശുപിതാവിൻ്റെയൊക്കെ സാന്നിധ്യം അത് വെറുതെ പറയുന്നതല്ല. സത്യമായിട്ടും അത് ജീവിതത്തിൽ അനുഭവിച്ച, അല്ലെങ്കിൽ ഒരു പകൽ പോലെ വ്യക്തമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കതിനെപ്പറ്റി എങ്ങനെ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. പക്ഷേ മാതാവിൻ്റെയും യേശുപിതാവിൻ്റെയും മധ്യസ്ഥം വളരെയധികമുണ്ട്. പിന്നെ അൽഫോൻസാമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അൽഫോൻസാമ്മ ഒരു ചേച്ചിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന അൽഫോൻസാമ്മ. പ്രത്യേകിച്ച് അൽഫോൻസാമ്മ ഒരു സഹനത്തിൻ്റെ പുത്രിയാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സഹനങ്ങളിൽ നേരിടാനുള്ള ഒരു കഴിവ്, പിന്നെ പൗരോഹിത്യം കിട്ടുമെന്നുള്ള വലിയൊരു തീഷ്ണത എനിക്ക് തന്നതും, എന്ത് സംഭവിച്ചാലും പൗരോഹിത്യത്തിലെ ഈശോ തരും എന്നുള്ളൊരു ബോധ്യം തന്നതും അൽഫോൻസാമ്മയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ നേർച്ചയായിരുന്നു അച്ഛനായി കഴിഞ്ഞ് ഭരണങ്ങാനത്ത് പോയിട്ട് വിശുദ്ധ കുർബാന ചേരണം, അവിടെ ഒരു സാക്ഷ്യം പോലെ പ്രസംഗം പറയണം എന്നൊക്കെ. അത് ഒരു വർഷത്തിന് ശേഷമാണ് എനിക്ക് സാധിച്ചത്, പൗരോഹിത്യത്തിന് ശേഷം. ദി ചോസൻ എന്ന പ്രോഗ്രാമിൽ ഏലിയാസ് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച അച്ഛൻ്റെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അറിയും. അതുവരേക്കും നന്ദി.